ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി എടുത്ത് വയ്ക്കാനായിട്ട് മറന്നു പോയി പെട്ടെന്ന് തന്നെ. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു പച്ചപ്പയർ ഉപ്പേരിയും സാമ്പാറൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നിപ്പോൾ ഒരിക്കലൊക്കെ എടുത്തിട്ടുള്ള കാരണം. പിന്നെ എന്നോട് എപ്പോഴും ആളുകൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, വേറെ ജോലിക്കൊന്നും പോണില്ലെങ്കിലും വീട്ടിലിരുന്നിട്ട് തയ്ക്കലും പിന്നെ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ കേക്ക് ചെയ്യലും മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരലും പിന്നെ അവരുടെ കാര്യങ്ങളും വീട്ടുപണിയും പിന്നെ നമുക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ, ഓരോ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കണേന്ന് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട്. അപ്പം ഞാനും വിചാരിക്കും, പിന്നെ രാവിലെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ചേട്ടൻ രാത്രിയാണ് വരാൻ ജോലി കഴിഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് പറ്റണത് നമുക്ക് അങ്ങനെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഞാനും തിരിച്ച് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ കറി പച്ചപ്പയർ നന്നാക്കലും ഒക്കെ കഴിഞ്ഞ് ഉള്ളിമുളകൊക്കെ കാച്ചി പച്ചപ്പയർ നമ്മളതിലിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു സാമ്പാറാണെങ്കിൽ വറുത്തരച്ച സാമ്പാറാണ് വെക്കണത്. അപ്പം ഞാൻ സാമ്പാർ വെക്കുമ്പോൾ അതിൽ മത്തങ്ങയും കുമ്പളങ്ങയും പരിപ്പും അതിലൊരു കഷ്ണം കായും ഇട്ടിട്ട് ആദ്യം അടിച്ചെടുക്കാറാണ് കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് വറവിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും ഉലുവയും ഉഴുന്നും പരിപ്പൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് നാളികേരം വറുത്ത് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ സാമ്പാർ പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അതും ചേർത്ത് നന്നായി ഇളക്കിയെടുത്തിട്ട് പിന്നെ നമ്മളതിനെ അരച്ചെടുക്കും. പിന്നെ നമ്മുടെ സാമ്പാറിൽ ഒരു കഷ്ണം ശർക്കര ഒന്ന് ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ നമ്മൾ സാമ്പാർ കഷ്ണവും പുളിയൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ വറുത്തരച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് നന്നായി തിളച്ച് കഴിഞ്ഞ് നമ്മൾ കടുക് പൊട്ടിച്ച് വെച്ചു സാമ്പാർ. പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ അതേ കഴുകി ഒതുക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പളത്തിനോടെ ഓരോരുത്തർക്ക് വിശപ്പൊക്കെ തുടങ്ങി. അപ്പം അമ്മയെ ദോശയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് ദോശ ഉണ്ടാക്കാൻ നിന്നു. ദോശയൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ ദോശ അതേ ചെറിയ ആൾക്കാണ് നമ്മൾ കൊടുക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആൾക്കുള്ള ദോശയും കൂടിയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മുരിയൻ. അങ്ങനെ ദോശ ഉണ്ടാക്കലും ചായ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് ഞാൻ ചേച്ചിയുടെ അടുത്താട്ടോ ആക്കിയത്. ചേട്ടൻ്റെ പെങ്ങളാണ്, ആളിവിടെ അടുത്താണ് ജോലിക്ക് വരുന്നത്. അപ്പോൾ ആളുടെ ഓഫീസിൽ കൊണ്ടുവന്നാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്താണല്ലോ നമ്മുടെ മക്കളെ ഇരുത്തി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ അവർ എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പോയി. അപ്പം നമുക്ക് ഇന്ന് പോകാനുണ്ടായിരുന്നത് എംപ്ലോയ്മെൻറ്റിലേക്കാട്ടോ പോകാനുണ്ടായിരുന്നത്. എംപ്ലോയ്മെൻറ്റ് കാർഡിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് ഇരിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ അത് മനസ്സിൽ നിന്ന് വിട്ടു. അങ്ങനെ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഇനി വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ പോയി. അവിടെ പിന്നെ അധികം നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് മക്കളെ ചേച്ചിയുടെ അടുത്ത് പോയി വിളിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ ഇത് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ടി വി വെച്ചപ്പോഴോ ടി വിക്കാണെങ്കിൽ സൗണ്ടും ഇല്ല. അങ്ങനെ നമ്മൾ ടി വി നന്നാക്കാനായിട്ട് കൊണ്ടുപോവാട്ടോ, എന്താണെന്ന് നോക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇന്ന് റേഷൻ കടയ്ക്കും ഒക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം നമ്മളതിന് സഞ്ചിയും സാധനങ്ങളും ഒക്കെ എടുത്തിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അങ്ങനെ ഞാൻ മോളുടെ കയ്യിൽ ടി വിയൊക്കെ കൊടുത്തു. താഴ്ത്തിടല്ലേ എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ട് പിടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള പള്ളിമൂല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ കൊണ്ടുപോകണത് ടി വി നന്നാക്കാനായിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കൊടുത്ത് റേഷൻ കടയിലേക്ക് പോയി അരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വരാം കേട്ടോ. ഇനി വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണികളുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തയ്ച്ച് അവസാനിപ്പിക്കണം ഇന്ന് നമുക്ക്. പിന്നെ ഒരുവിധ ആളുകളും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.